കേരളത്തിന്റെ ആരോഗ്യ ചരിത്രത്തിൽ സുവർണമുദ്ര പതിപ്പിച്ച അവയവദാന ശസ്ത്രക്രിയയിലെ നായകൻ ചാലക്കുടി പരിയാരം സ്വദേശി മാത്യു ആച്ചാടൻ 58 അന്തരിച്ചു. കേരളത്തിൽ ആദ്യമായി ആകാശമാർഗം ഹൃദയമെത്തിച്ച് നടത്തിയ ശസ്ത്രക്രിയയിലൂടെയാണ് 2015 മാത്യുവിന് പുനർജന്മം ലഭിച്ചത്. 10 വർഷം മുമ്പ് ഹൃദയപേശികൾക്ക് ബലക്കുറവ് അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം പാറശാല സ്വദേശി അഡ്വക്കേറ്റ് നീലകണ്ഠ ശർമ്മയുടെ ഹൃദയമാണ് മാത്യുവിൽ തുടിച്ചത്. അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രത്യേക ഇടപെടലിലൂടെയാണ് ഹൃദയം എത്തിക്കാൻ നാവികസേനയുടെ ചെറുവിമാനം ലഭ്യമായത്. തിരുവനന്തപുരത്ത് നിന്നും 5 മണിക്കൂറിനുള്ളിൽ കൊച്ചിയിൽ ഹൃദയം എത്തിക്കേണ്ട സാഹചര്യം വലിയ വെല്ലുവിളിയായിരുന്നു. വെടിക്കുന്ന ഹൃദയവുമായി എയർ ആംബുലൻസ് കൊച്ചിയിൽ ഇറങ്ങിയത് കേരളം ശ്വാസമടക്കി പിടിച്ചാണ് നോക്കി നിന്നത്. എറണാകുളം ലിസി ആശുപത്രിയിൽ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ചരിത്ര ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. സാമ്പത്തികമായി പിന്നാക്കം നിന്നിരുന്ന മാത്യുവിനെ സഹായിക്കാൻ സർക്കാർ സംവിധാനങ്ങളും നാട്ടുകാരും സന്നദ്ധ സംഘടനകളും അന്ന് ഒപ്പം നിന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയ അദ്ദേഹം ഉപജീവനത്തിനായി വീണ്ടും ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്തു. ഇടക്കാലത്ത് മാല ബൾബുകളുടെ നിർമ്മാണത്തിലും വിൽപ്പനയിലും അദ്ദേഹം ഏർപ്പെട്ടിരുന്നു. അടുത്തിടെയായി അനുഭവപ്പെട്ടിരുന്ന ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ചികിത്സ തേടാനിരിക്കെയാണ് മരണം സംഭവിച്ചത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു അന്ത്യം. അവയവദാനത്തെക്കുറിച്ച് അവബോധം വളർത്താൻ രൂപീകരിച്ച നീലകണ്ഠ ശർമ്മ ഫൗണ്ടേഷന്റെ പരിപാടികളിൽ അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു. ഹൃദയദാതാവായ നീലകണ്ഠ ശർമ്മയുടെ കുടുംബവുമായി അടുത്ത സൗഹൃദമാണ് മാത്യുവും കുടുംബവും പുലർത്തിയിരുന്നത്. മാത്യുവിന്റെ വിയോഗ വാർത്തയിൽ ദാതാവായ നീലകണ്ഠ ശർമ്മയുടെ ഭാര്യ ലതാ ശർമ്മയും കുടുംബവും അതീവ ദുഃഖം രേഖപ്പെടുത്തി. ഭാര്യ ബിന്ദുവും കാനഡയിലുള്ള മകൻ അമലും ജർമ്മനിയിലുള്ള മകൾ അന്നയും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് പരിയാരം സെന്റ് ജോർജ് പള്ളിയിൽ നടക്കും. കേരളത്തിലെ അവയവദാന ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായ മാത്യു ആച്ചാടന്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കും.